ഞാൻ വടകര നിയോജക മണ്ഡലത്തിലാണ്. സുഖമില്ലായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകാൻ. ഷാഫി പറമ്പ് എന്താണ് നല്ല സ്ഥാനാർത്ഥിയല്ലേ. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വരാൻ നേരത്ത് അവിടെ ആയിരക്കണക്കിന് അമ്മമാരും ചേച്ചിമാരൊക്കെ വലിയ കരച്ചിലും മറ്റും നമ്മൾ ടി വിയിൽ കണ്ടു. അപ്പൊ അത് അത്രയ്ക്കും ജനങ്ങൾക്കിടയിൽ ഷാഫി പറമ്പിൽ സപ്പോർട്ടുണ്ട്. ഇവിടെ വന്ന ട്രെൻഡ് മാറി, വടകര ട്രെൻഡ് മാറി, മുരളീധരൻ ഇങ്ങോട്ട് മാറി, തൃശ്ശൂർക്ക് മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ. അത് വികാരമാണ്. അത് പിന്നെ യുവാക്കൾ സ്പന്ദനം അവിടെ അറിയുന്നത്. പിന്നെ വടകരയിൽ മണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രശേഖരനോ കൊന്ന് 51 ഇതാക്കി കല്ല് വെച്ചിട്ട് ഇതാക്കി ചതച്ച സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെ. മാത്രമല്ല അവസാന നിമിഷത്തിൽ ബോംബടക്കം പൊട്ടി. വടകരയിലപ്പോൾ ഷാഫി ജയിക്കും, സംശയം ഉണ്ടാകും. വടകര മണ്ഡലത്തില് ഷാഫി പറമ്പിലിന്റെ എതിരാളി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. ടീച്ചറും ജനകീയയാണ്. അപ്പം ഇവര് തമ്മിലുള്ള മത്സരത്തിൽ ആർക്കാണ് സാധ്യത? എനിക്ക് തോന്നുന്നത് ഷാഫിക്കുള്ളതാണ്. ഷാഫി ജയിക്കാനാണ് സാധ്യത. നമ്മുടെ വടകര മണ്ഡലത്തിൽ എങ്ങനെയാണ് സാധ്യതകൾ? വടകര ഷാഫി കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കാനാണ് സാധ്യത. ചെറിയ ഭൂരിപക്ഷം കുറച്ച് കുറയും. ഒരു 10,000-20,000 കടയിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് നമ്മളൊരു കണക്കൂട്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ പറഞ്ഞ ഷാഫി 80,000-നും 1,00,000-നും ഇടയിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് സാധ്യതയാണ്. പക്ഷെ നമ്മളെ ഉറപ്പായിട്ടുള്ള ഒരു നിലപാട് ഇതാണ്. സാധ്യത 1,00,000 വരെ പോവാം. പക്ഷേ എങ്കിലും നമ്മൾ ജയം അവിടെ ഉറപ്പാണ്, അതിലൊരു സംശയമല്ല. ഇപ്പൊ പൊതുവെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും നല്ല കട്ടയ്ക്ക് ഉറപ്പായിട്ട് ജയിക്കും. ഷാഫി പറമ്പിൽ വിജയിക്കും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. 100% ജയിക്കും. വടകര മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലും ഇടതുപക്ഷത്തിന്റെ ശൈലജ ടീച്ചറുമാണ്. പൊടിപാറിയ ഒരു മത്സരം എന്നാണ് പറയപ്പെടുന്നത്. ആര് ജയിക്കാനാണ് സാധ്യത? സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലായിരിക്കാം. ഷാഫി പറമ്പിൽ വിജയിക്കാനാണ് സാധ്യത. ശൈലജ ടീച്ചറിന്റെ ഒരു പ്രവർത്തനം വളരെ കോവിഡ് സമയത്തൊക്കെ വലിയ പ്രശംസ കിട്ടിയതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ വിജയിക്കാതിരിക്കാൻ സാധ്യത? അതായത് നമ്മുടെ ഈ പിണറായി വിജയൻ്റെ ദുർഭരണം ജനങ്ങൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ്റെ കാര്യം, അതുപോലെ വിലക്കയറ്റം, ഒരൊറ്റ മാവേലി സ്റ്റോർ ഇവിടെ എവിടെയും തുറന്നിട്ടില്ല, ഒക്കെ കൂട്ടിയിരിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾക്ക് നല്ല അറിയാം. അപ്പം ജനങ്ങൾ വോട്ട് മാറി തിരിച്ച് അവിടെ മാറി തിരിച്ച്. നമ്മുടെ ഈ വടകര മണ്ഡലത്തിൽ അതിശക്തമായ മത്സരമാണ് നമ്മുടെ ശൈലജ ടീച്ചറും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിരുന്നു. ഒപ്പം BJP ഉണ്ട്. അവിടെ ആർക്കാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത്? അതായത് യുവാക്കളുടെ ഒരു വലിയ ഒരു പിന്തുണ ഷാഫിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ശൈലജ ടീച്ചർ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു എന്ന് LDF പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-നാണ് പ്രതീക്ഷ കൂടുതലെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നു. കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന, രാജ്യത്ത് തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് നമ്മുടെ വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും കൂടെ മത്സരിക്കുകയാണ്. അപ്പൊ അവിടെ ആരാ സാധ്യത കൂടുതൽ? അവിടെ വിധി എഴുതി കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിപ്പോൾ ജനങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്. ഷാഫിയുടെ തരംഗമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവതരംഗം സൃഷ്ടിച്ച സ്ഥാനാർത്ഥിയാണ് ഷാഫി. അപ്പം അത് എല്ലാ ഷാഫി എന്ന മണ്ഡലത്തിലും ഇവിടെ പൊതുവെ ജനങ്ങൾ പൊതുവെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ആവേശം ഉണർത്തിയ ഒരു മണ്ഡലം കൂടിയാണ് പിന്നെ വടകര മണ്ഡലം.